നമസ്തേ. അന്നമൻ്റെ അന്നമനട മഹാദേവ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വലിയ ശിവക്ഷേത്രമാണ് അന്നമനട മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്താം. നമ്മൾ സ്ഥിരം വന്നിരുന്ന ക്ഷേത്രം കേട്ടോ, സ്ഥിരം വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. പിന്നെ ഇവിടെ വലിയ ക്ഷേത്രമാണ്, വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല. ഉത്സവമാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അന്നമനട ക്ഷേത്രത്തിൻ്റെ പറ്റാവുന്ന കാഴ്ചകൾ കാണാം. ഇത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് അന്നമനടയിൽ ചാലക്കുടി പുഴയുടെ പടിഞ്ഞാറേ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് അന്നമനട മഹാദേവ ക്ഷേത്രം. കിരാതമൂർത്തി സങ്കല്പത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. കൂടാതെ തുല്യ പ്രാധാന്യത്തിൽ പാർവതീദേവിയും മഹാവിഷ്ണുവും, ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, നരസിംഹം, ദുർഗ, മഹാകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ 108 ശിവാലയങ്ങളിലൊന്നാണ് അന്നമനട മഹാദേവ ക്ഷേത്രം. കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ട് വരുന്ന രീതിയിൽ ആഘോഷിക്കുന്ന 10 ദിവസത്തെ കൊടിയേറ്റുത്സവമാണ് ഈ ക്ഷേത്രത്തിലേത്. പ്രസിദ്ധമായ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെയും ഉത്സവം. ഇന്ന് മാർച്ച് 8-ാം തീയതി ഇവിടുത്തെ ആറാട്ടാണ്. ആറാട്ടിൻ്റെ കാഴ്ചകളും ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാണാം. ക്ഷേത്രത്തിലേക്ക് കയറി കഴിയുമ്പോൾ കാണുന്ന വലിയ പഴയ കൊടിമരം കാണാം. കൊടിമരത്തിന് മുകളിൽ നദിയാണ് കാണുന്നത്. നമ്മുടെ അന്നമനട മഹാദേവ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ടാണ് നിൽക്കുന്നത്. കിഴക്ക് സൈഡിൽ നമ്മുടെ പുഴയാണ് വരുന്നത് കേട്ടോ. ചാലക്കുടി പുഴ ഒഴുകി വരുന്നതാണ്. ഇപ്പം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരമാണ്. കയറി പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വലിയ ശ്രീകോവിലാട്ടാണ് കാണുന്നത്. ഞാൻ ക്ഷേത്രത്തിനകത്ത് കയറി. അന്നമനട മഹാദേവ ക്ഷേത്രം വളരെ വലിയൊരു ക്ഷേത്രം. വലിയ ആനപ്പള്ള മതിലൊക്കെ ആയിട്ട്, ചുറ്റും ആനപ്പള്ള മതിലൊക്കെ ആയിട്ട് പഴയ ക്ഷേത്രമായിട്ടാണ് അന്നമനട മഹാദേവ ക്ഷേത്രം. ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ അയ്യപ്പസ്വാമിയുടെ ഒരു ഉപദേവതയുടെ അയ്യപ്പസ്വാമിയെ കാണാം. ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. ഈ നടപ്പന്തലിൽ ഒരു തൂണുമ്പോൾ ഇപ്പോൾ പഴയ ഒരു ചുമർ ചിത്രം പോലെ കാണാട്ടോ. ബാക്കിയെല്ലാം പോയിന്ന് തോന്നുന്നത്, മുൻപുണ്ടായിരുന്നോന്നൊന്നും ഓർക്കുന്നില്ല. അയ്യപ്പസ്വാമിയാണ് ഈ ഒരു ഉപദേവത. പിന്നെ അത് അവിടെ നേരെ കാണുന്നിടത്ത് ഗോശാല കൃഷ്ണനാണ്. അവിടെ ആനേനെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങടേക്ക് പോവാം നമുക്ക്. ശ്രീവന്റെ മോൾ വശത്തോട്ടേ കാണുന്നത്. കേരളത്തിലെ 32 ക്ഷേത്രഗ്രാമങ്ങളിൽ ഒന്നായതുകൊണ്ട് ഈ ക്ഷേത്രം ഏകദേശം 1200 വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആദ്യം ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ഇവിടുത്തെ താമസക്കാരായിരുന്ന 10-12 നമ്പൂതിരിമാർക്കായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയുടെ ഭരണകാലത്ത് ഈ മേൽക്കോയ്മ അടിച്ചമർത്തപ്പെട്ടു. പിന്നീട് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പവകാശം സാമൂതിരിയുടെ കയ്യിൽ നിന്നും തിരുവിതാംകൂർ ഭരണത്തിന് കൈമാറപ്പെട്ടു. ഈ ക്ഷേത്രം അന്ന് കൊച്ചിയുടെ അതിരിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. മറ്റൊരു ദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം സംരക്ഷിച്ചു പോരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തിരുവിതാംകൂർ ഭരണകൂടം ഈ ക്ഷേത്രത്തിൻ്റെ അവകാശങ്ങൾ കൊച്ചിൻ ഭരണകൂടത്തിന് വിട്ടുകൊടുത്തു. ഇപ്പോൾ ഈ ക്ഷേത്രം നടത്തിപ്പോരുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. ഗോശാലകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മിതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പഴക്കം മനസ്സിലാവും. ഇതിൻ്റെ തറയെല്ലാം പാകിയിരിക്കുന്നത് വലിയ കരിങ്കല്ലുകൾ കൊണ്ടാണ്. ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണെന്ന് പറഞ്ഞുവല്ലോ. കൊത്തുപണികളാൽ അലങ്കൃതമായ വലിയ വാതിലുകളിലൂടെ ചതുരാകൃതിയുള്ള മുഖമണ്ഡപത്തിലേക്ക് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും പ്രവേശിക്കാം. ഇത് പടിഞ്ഞാറേ ഗോപുരം കേട്ടോ. ശ്രീകോവിലിൻ്റെ തെക്ക് വശത്തായി ദക്ഷിണാമൂർത്തിയും ഗണപതിയും പടിഞ്ഞാറ് വശത്ത് പാർവതീദേവിയും സാന്നിധ്യമരുളുന്നു. മുഖമണ്ഡപത്തിനും ശ്രീകോവിലിനും ദ്വിതല രൂപമാണുള്ളത്. ഇവ ചെമ്പുപാളികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. നാലമ്പലത്തിന് 2 തിടപ്പള്ളികളുണ്ട്. നാലമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്ത് വട്ട ശ്രീകോവിലിൽ മഹാവിഷ്ണുവും സാന്നിധ്യമരുളുന്നു. വടക്കും തേവർ എന്നാണ് ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നത്. മഹാദേവനോടൊപ്പം തന്നെ പ്രാധാന്യവും ഇവിടെ മഹാവിഷ്ണുവിനും കൽപ്പിക്കുന്നുണ്ട്.
മഹാദേവന് കുടികൊള്ളുവാനായി ഭഗവാൻ വടക്കോട്ടൽപ്പം മാറിയിരുന്നു എന്നൊരു ഐതിഹ്യമാണ് ഇവിടെ പറയുന്നത്. ക്ഷേത്രത്തിനകത്ത് കയറിയാൽ വളരെ വലിയ മുഖമണ്ഡപത്തോടു കൂടിയ അതിഗംഭീരമായ ശ്രീകോവിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം ചെമ്പ് പൊതിഞ്ഞിട്ടുണ്ട്. കൂടാതെ കിരാതങ്കഥ മുഴുവനായും ക്ഷേത്രത്തിന് ചുറ്റും ദാരുശില്പങ്ങളിൽ കൊത്തിവെച്ചിട്ടുള്ളതായും കാണാം. അതുകൂടാതെ ധാരാളം മറ്റു കൊത്തുപണികളും നമുക്കിവിടെ കാണാം. ഇവിടെ കൊടിമരത്തിനും ബലിക്കൽപ്പുരയ്ക്കും നടുക്കായാണ് വലിയ ബലിക്കലിൻ്റെ സ്ഥാനം. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഘടന വെച്ച് നോക്കുമ്പോൾ സാമാന്യം വലിപ്പമുള്ള വലിയൊരു ബലിക്കല്ലാണ് ഇവിടെ വരേണ്ടിയിരുന്നത്. മഹാബലിപീഠത്തിൻ്റെ താഴെയുള്ള ഭാഗം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയ രീതിയിലാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ ഈ ഒരു ബലിക്കല്ലിൻ്റെ ഘടന മറ്റൊരു ഐതിഹ്യ കഥയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പണ്ട് ക്ഷേത്രപ്രവേശനത്തിന് അയിത്തം കൽപ്പിച്ചിരുന്ന കാലത്ത് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ പാക്കനാർക്കും പെരുന്തച്ഛനുമെല്ലാം ദർശനം നടത്തുന്നതിന് വേണ്ടി ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് ബലിക്കല്ല് താഴ്ന്നു പോയതാണ് എന്നൊരു ഐതിഹ്യ കഥയാണ് ഇതിനെപ്പറ്റി പറഞ്ഞു കേൾക്കുന്നത്. ആയിരം കുടം ജലാഭിഷേകമാണ് ഇവിടെ പ്രാധാന്യം. ധാര, ശംഖാഭിഷേകം, മറ്റു ക്ഷേത്രങ്ങളിലുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ ചെയ്യിക്കാം. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഉണക്കലരിച്ചോർ ഭക്ഷിച്ചാൽ ഉദരരോഗത്തിന് ശമനം ലഭിക്കും. ധാരാളം ഭക്തജനങ്ങൾ ഇതിനു വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ഈ വർഷത്തെ ആറാട്ട് മാർച്ച് 8-ാം തീയതിയായിരുന്നു. കുറച്ചധികം വർഷങ്ങളായി അന്നമനട ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ വന്നിട്ട് ഈ വർഷമെങ്കിലും ഉത്സവത്തിന് വരണമെന്ന് കരുതിയതാണ്, സാധിച്ചില്ല. കൊടിയിറക്കം കഴിഞ്ഞ് ഭഗവാൻ ആറാട്ടിന് പുഴയിലേക്ക് പോകുന്നത് വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അന്നമനട മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഉൾപ്പെടുത്തിയ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.